കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് തിയറങ്ങൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? SSS തിയറം, SAS തിയറം, ASA തിയറം അല്ലേ? അപ്പോൾ SSS തിയറത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും, അതായത് അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നാലാമത് നമ്മളൊരു തിയറം പറഞ്ഞിരുന്നു, രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിനകത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നതിനകത്തിൽ ആ പ്രോബ്ലംസിനകത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്, ആ ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈക്വൽ ആംഗിൾസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രയാങ്കിൾസ് എന്തായിരിക്കണം? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കണം. ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ 3 സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയണം, അതല്ലെങ്കിൽ 2 സൈഡും ഇൻക്ലൂഡഡ് ആംഗിൾ ഈക്വൽ ആണെന്ന് പറയണം, അതല്ലെങ്കിൽ 2 ആംഗിളും കോമൺ സൈഡും ഈക്വൽ ആണെന്ന് പറയണം. നമ്മൾ ആദ്യമായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കേസാണ് നമ്മളിവിടെ വരുന്നത്. അതായത് രണ്ട് ട്രയാങ്കിൾസിൻ്റെ 3 സൈഡും ഈക്വൽ ആണോ നോക്കിക്കേ. ഇവിടെ ട്രയാങ്കിൾ ABC, AC എന്ന സൈഡ് 4 സെൻറ്റിമീറ്റർ, BC 5, AB 6. ട്രയാങ്കിൾ PQR, അവിടെ RQ 4 സെൻറ്റിമീറ്റർ, PQ 5 സെൻറ്റിമീറ്റർ, PR 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെയും 4 സെൻറ്റിമീറ്റർ, 5, 5, 6, 6. ഈ ട്രയാങ്കിൾ ABCയുടെയും ട്രയാങ്കിൾ PQRൻ്റെയും 3 സൈഡ്സും ഈക്വലാണ്. നോക്കിക്കേ, AB എന്ന സൈഡ് PR എന്ന സൈഡുമായിട്ട് ഈക്വലാണ്, BC എന്ന സൈഡ് PQ എന്ന സൈഡുമായിട്ട് ഈക്വലാണ്, AC എന്ന സൈഡ് QR എന്ന സൈഡുമായിട്ട് ഈക്വലാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഗിവൺ ആണ്, തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും 3 സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പറയാം. ഈക്വൽ ആണെന്നുള്ളതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഈക്വൽ സൈൻ ഇട്ടിട്ട് അതിൻ്റെ മണ്ടക്കൂടെ ഇങ്ങനെ ചെറിയൊരു വളഞ്ഞ വര, ഈക്വൽ സൈൻ ഇട്ടിട്ട് അതിൻ്റെ മണ്ടക്കൂടെ ചെറിയ വളഞ്ഞ വര ഇട്ട് കഴിഞ്ഞാൽ അതിന് മീനിങ് ആ ട്രയാങ്കിൾസ് ഈക്വൽ ആണ് അല്ലെങ്കിൽ കോൺഗ്രുവൻ്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഈക്വൽ എന്നുള്ള വാക്കാണ്, അപ്പോൾ അതിന് സിമ്പിളാണ്. അപ്പോൾ ട്രയാങ്കിളിൽ നമ്മൾ ഈക്വൽ സൈൻ ഇട്ടല്ല നമ്മൾ എഴുതുന്നത്, ഈ സൈൻ ഇട്ടാണ് നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് കാണിക്കും. അപ്പോൾ ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRും ഈക്വൽ ആണ്. എന്ത് വെച്ചിട്ടാണ്? ഈ 3 സൈഡ് ഈക്വൽ ആയതുകൊണ്ടാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് തിയറമാണ്? SSS തിയറം വെച്ചിട്ടാണ് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. നമുക്കറിയാം, വെൻ ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ AC എന്ന് പറയുന്ന സൈഡ് QRുമായിട്ട് ഈക്വൽ ആകുമ്പോൾ ACക്ക് ഓപ്പോസിറ്റായ ആംഗിളും QRന് ഓപ്പോസിറ്റായ ആംഗിൾ ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആംഗിൾ Bയും ആംഗിൾ Pയും ഈക്വൽ ആയിരിക്കും. അതേപോലെ ABയും PRും ഈക്വൽ ആകുമ്പോൾ അതിന് ഓപ്പോസിറ്റായ ആംഗിൾ Cയും ആംഗിൾ Qവും ഈക്വൽ ആയിരിക്കും. ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ Q. അടുത്തത് BCയും PQ ഈക്വൽ ആണ്. therefore ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ R. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആംഗിൾ എന്നുള്ള സൈൻ ഇടാൻ മറക്കരുത്. C ഈസ് ഈക്വൽ ടു Q അങ്ങനെ എഴുതി വെക്കരുത്. അപ്പോൾ അവിടെ ആംഗിൾ എന്നുള്ള സൈൻ ഇടാം. ആംഗിളിന് എഴുതുമ്പോൾ എപ്പോഴും ഒന്നുകിൽ 3 ലെറ്റർ കൊണ്ടായിരിക്കും ആംഗിൾ സൂചിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഒറ്റ ലെറ്റർ കൊണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഇനി അടുത്തത്, ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. അവിടെ നമുക്ക് നോക്കി, LN എന്ന് പറയുന്ന സൈഡ് XYയുമായിട്ട് ഈക്വൽ, രണ്ടും 4 ആണ്. LM എന്ന് പറയുന്നത് ഇതുമായിട്ടാണ് YZുമായിട്ട് ഈക്വൽ ആണ്, 8 സെൻറ്റിമീറ്റർ ആണ്. MN എന്നുള്ള സൈഡ് XZുമായിട്ട് ഈക്വൽ ആണ്. അപ്പോൾ 3 സൈഡ്സ് ഈക്വൽ ആണ് നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ ആണ്. ഇപ്പോൾ രണ്ട് ട്രയാങ്കിളിൻ്റെയും 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾ എന്താകും? ഈക്വൽ ട്രയാങ്കിൾസ് ആകും. ഇപ്പോൾ ട്രയാങ്കിൾ LMN എന്ന് പറയുന്നതും ട്രയാങ്കിൾ XYZ എന്ന് പറയുന്നതും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതാണ് SSS തിയറം. അപ്പം when triangles are equal, angle opposites to equal sides are equal. Therefore നോക്കിയേ,
എൽ എൻ എക്സ് വൈയുമായിട്ട് ഈക്വലാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായ ആംഗിൾ എം എന്ന് പറയുന്നത് ആംഗിൾ ഇസഡുമായിട്ട് ഈക്വലാണ്. അതേപോലെ എൽ എം വൈ ഇസഡുമായിട്ട് ഈക്വലാണ്. അപ്പോൾ എൽ എമ്മിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വരുന്നത് ഏതാ? എൻ. ആംഗിൾ എൻ എന്ന് പറയുന്നത് ആംഗിൾ എക്സുമായിട്ട് ഈക്വലാണ്. അതേപോലെ ആംഗിൾ എൽ ആംഗിൾ വൈയുമായിട്ടും ഈക്വലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ഈക്വലാണ് തന്നിട്ടുണ്ട്. അത് കൂടാതെ ഒരു ട്രയാങ്കിളിൻ്റെ, അതായത് ഈ ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ പി ക്യു ആർ, രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. എ ബി എന്ന സൈഡ് ക്യു ആറുമായിട്ട് ഈക്വലാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ബി സി എന്ന സൈഡ് ആർ പിയുമായിട്ട് ഈക്വലാണെന്നും സി എ എന്ന സൈഡ് പി ക്യുമായിട്ട് ഈക്വലാണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് 3 സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് SSS തിയറം വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആകും. നമുക്കറിയാം ഒരു ട്രയാങ്കിൾ, നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളിൻ്റെയും കൂടെ സം 180 ഡിഗ്രിയാണ്. We know sum of angles of a triangle is 180 degree. Therefore, angle A plus angle B plus angle C is equal to 180 degree. Angle A യും angle B യും ഉണ്ടല്ലോ, 40 plus 60 plus angle C is equal to 180 degree. അപ്പോൾ 100 plus angle C is equal to 180 degree. ആംഗിൾ C എന്ന് പറയുന്നത് ഈ 100 ഇപ്പുറത്ത് കൊണ്ടുവന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 180 മൈനസ് 100 ദറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ 3 ആംഗിൾ, 2 തന്നിട്ടുണ്ട്. 3ാമത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതിലെ ആംഗിൾ C കണ്ടുപിടിക്കണം. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഈ ട്രയാങ്കിളിലെ 3 ആംഗിൾസ് കണ്ടുപിടിക്കണം. അതിന് ഒറ്റ ആംഗിൾ പോലും നമുക്കില്ല. പക്ഷെ നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വലാണ്. രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെൻ ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഈക്വൽ ആണ്. നോക്കിയേ, ആംഗിൾ സിക്ക് ഓപ്പോസിറ്റായ എ ബി എന്ന സൈഡ് ക്യു ആറുമായിട്ട് ഈക്വൽ ആണ്. എ ബിയും ക്യു ആറും കൂടി ഈക്വൽ ആകുമ്പോൾ ആംഗിൾ സിയും ആംഗിൾ പിയും ഈക്വൽ ആണ്. Therefore, angle P is equal to angle C is equal to 80 degree. അടുത്തത് ബി സി ഇസ് ഈക്വൽ ടു ആർ പി. ബി സി ഇത് ബി സി ആർ പിയുമായിട്ട് ഈക്വൽ ആണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായ ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ക്യൂവുമായിട്ട് ഈക്വൽ ആണ്. ആംഗിൾ എ 40 ഡിഗ്രി ആകുമ്പോൾ ആംഗിൾ ക്യൂവും 40 ഡിഗ്രി ആണ്. അടുത്തത് സി എ എന്ന് പറയുന്നത് ഈ സൈഡും പി ക്യു എന്ന് പറയുന്ന ഈ സൈഡുമായിട്ട് ഈക്വൽ ആണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായുള്ള ആംഗിൾസ് ഏത് വരും? ആംഗിൾ ബിയും ആംഗിൾ ആറും ഈക്വൽ ആണ്. ആംഗിൾ ബി 60 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ആർ എന്ന് പറയുന്നതും 60 ഡിഗ്രിയാണ്. അപ്പോൾ അതിലെ 3 ആംഗിൾസും നമുക്ക് കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ഇവിടെയും രണ്ട് ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ്സ് ഈക്വൽ തന്നിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഇതിലെ ഒരു ആംഗിൾ 60 എന്നുണ്ട്, ഇതിലെ ഒരു ആംഗിൾ 60 എന്നുണ്ട്, അടുത്തതിലെ ഒരു ആംഗിൾ 70 എന്നുണ്ട്. ഇനി നമുക്ക് ഈ ട്രയാങ്കിളുകളിലെ സൈഡ്സ് ഈക്വൽ, എ ബി ക്യു ആറുമായിട്ട് ഈക്വൽ ആണ്. എ ബി എന്ന് പറയുന്നത് ക്യു ആറുമായിട്ട് ഈക്വൽ ആണ്. ബി സി എന്ന് പറയുന്നത് പി ക്യൂവുമായിട്ട് ഈക്വൽ ആണ്. സി എ എന്ന് പറയുന്നത് പി ആറുമായിട്ട് ഈക്വൽ ആണ്. ദേ ആർ ഗിവൺ ഫാക്ട്സ്. ഇപ്പോൾ രണ്ട് ട്രയാങ്കിളിൻ്റെയും 3 സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. എന്ത് വെച്ചിട്ട്? SSS തിയറം വെച്ചിട്ട് രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. വെൻ ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതിക്കോണം. വെൻ ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. Therefore, നോക്കിയേ, എ ബിക്ക് ഓപ്പോസിറ്റായ ആംഗിൾ സി എന്ന് പറയുന്നത് ഇവിടുത്തെ ആർ ക്യൂവിന് ഓപ്പോസിറ്റായ ആംഗിൾ പിയുമായിട്ട് ഈക്വൽ ആണ്. അതുപോലെ ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ആറുമായിട്ട് ഈക്വൽ ആണ്. ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ക്യൂവുമായിട്ട് ഈക്വൽ ആണ്. അപ്പം നമുക്ക് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു
ആംഗിൾ എ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ നമുക്കുണ്ട്, അത് 70 ഡിഗ്രിയാണ്. നമുക്കിനിയും കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ പി. നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളിൻ്റെയും കൂടെ സം എത്രയാണ്? 180 ഡിഗ്രിയാണ്. അവിടെ ഒരാംഗിൾ 60, ഒരാംഗിൾ 70. അപ്പോൾ അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180യിൽ നിന്നും ഇതിൻ്റെ സം കുറയ്ക്കുമ്പോൾ ഇത് മൂന്നാമത്തെ ആംഗിൾ കിട്ടും. അപ്പോൾ 180 മൈനസ്, ഇവിടെ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, 180 മൈനസ് 60 പ്ലസ് 70, ദാറ്റ് ഈസ് 180 മൈനസ് 130, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പോൾ അതിലെ ആംഗിൾസ് എല്ലാം ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ രണ്ട് ട്രയാങ്കിൾസ് ഏതൊക്കെ? ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി ഡി. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് എല്ലാം ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എ സി എന്ന് പറയുന്നത് എ ഡിയുമായിട്ട് ഈക്വലാണ് 8 സെൻറ്റിമീറ്റർ. ബി സി എന്ന് പറയുന്നത് ബി ഡിയുമായിട്ട് ഈക്വലാണ് 6 സെൻറ്റിമീറ്റർ. ഇനി മൂന്നാമത്തെ സൈഡായ എ ബി തന്നിട്ടില്ല. പക്ഷെ നോക്കി, ഈ ട്രയാങ്കിളിൻ്റെ സൈഡും ഈ ട്രയാങ്കിളിൻ്റെ സൈഡും കൂടി ചേർന്നിരിക്കുക. എ ബി രണ്ടിനും പൊതുവായിട്ടുള്ളതാണ്, കോമൺ സൈഡാണ്. അപ്പോൾ എ ബി ഈസ് ദി കോമൺ സൈഡ്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയുടെ 3 സൈഡ്സും ട്രയാങ്കിൾ എ ബി ഡിയുടെ 3 സൈഡ്സുമായിട്ട് ഈക്വലാണ്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി ആർ ഈക്വൽ ട്രയാങ്കിൾസ്. കാരണം SSS തിയറം വെച്ചിട്ട്. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ ഈക്വൽ ആംഗിൾ ഓപ്പോസിറ്റായിട്ട്, ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വലാണ്. അപ്പോൾ ആംഗിൾ സി നോക്കിയേ, എ ബി എന്നത് കോമൺ സൈഡാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായ ആംഗിൾ സിയും ആംഗിൾ ഡിയും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് മറ്റ് കോണുകളും എല്ലാ ആംഗിൾസും ഈക്വൽ ആണോ എന്ന് ചോദിച്ചേക്കുക. അപ്പോൾ നോക്കി, ഇവിടെ 6 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് ഈ ആംഗിൾ, ഇവിടുത്തെ 6 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് ഈ ആംഗിൾ. അപ്പം നമുക്ക് രണ്ടിടത്തും ആംഗിൾ എ എന്ന് എഴുതിയാൽ ഈ ചെറിയ ആംഗിളാണോ ഈ ആംഗിളാണോ അതോ ഈ വലിയ ആംഗിളാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ആംഗിളിനെ നമ്മൾ നേരത്തെ പറഞ്ഞു 3 ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ 3 ലെറ്റർ കൊണ്ട് നമുക്ക് ഈ ആംഗിളിനെ സൂചിപ്പിക്കാം. അപ്പോൾ ഏതൊക്കെ ആംഗിളാണ്? ആംഗിൾ ഏതാ? CAB, ആംഗിൾ BAD. ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. അടുത്തത് ഏതാ വരുന്നത്? ആംഗിൾ CBA ആൻഡ് ആംഗിൾ DBA. ഇപ്പം എന്തുകൊണ്ടാണ് വരുന്നത്? ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസാണ്. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിളും ആയതുകൊണ്ടാണ്. ഏത് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആകത്തില്ല. എങ്ങനെയുള്ള കേസിലേ ആകത്തുള്ളൂ? ഈക്വൽ ട്രയാങ്കിൾസിൽ മാത്രമുള്ളതാണ്. ഇഫ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ആ കണ്ടീഷൻ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഇഫ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ദെൻ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഇപ്പം ആംഗിൾ സിയും ആംഗിൾ ഡിയും ഈക്വലാണ്. ആംഗിൾ CABയും ആംഗിൾ BADയും ഈക്വലാണ്. ആംഗിൾ CBAയും ആംഗിൾ DBAയും ഈക്വലാണ്. അടുത്തത് ക്വാഡ്രിലാറ്ററൽ ABCDയുടെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക. ക്വാഡ്രിലാറ്ററൽ ABCD ഇതിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക. നമുക്കറിയാവുന്നത് ട്രയാങ്കിളിൻ്റെ ഇക്വാളിറ്റി മാത്രമാണ്. ഇവിടെ 2 ട്രയാങ്കിളായിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. ആ ട്രയാങ്കിൾസിൽ ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ AB is equal to AD എന്ന് തന്നിട്ടുണ്ട്, BC is equal to CD എന്ന് തന്നിട്ടുണ്ട്. അതായത് ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ADC ഇവയുടെ 2 സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഗിവൺ ഫാക്ട്. ഇനി മൂന്നാമത്തെ സൈഡായ AC എന്നത് ഈ 2 ട്രയാങ്കിളിന് കോമൺ ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് ഈക്വലാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ADC ഇവയുടെ 3 സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ഈ 2 ട്രയാങ്കിൾസും ഈക്വലാണ്. അതാ പറഞ്ഞിരിക്കുന്നത് ട്രയാങ്കിൾ ABC ഈക്വൽ ട്രയാങ്കിൾ ADC. അതിന് കാരണം SSS തിയറം, 3 സൈഡും ഈക്വൽ ആയതുകൊണ്ട്. വെൻ ട്രയാങ്കിൾസ് ആർ ഈക്വൽ
Angle opposite to equal sides are equal. Therefore, angle DAC is equal to angle BAC. അതായത് സി ഡിയും ബി സിയും ഈക്വൽ ആയതുകൊണ്ട് അവയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 30 ഡിഗ്രിയാണ്. അതേപോലെ എ ഡി എന്ന സൈഡും എ ബി എന്ന സൈഡും ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ എ സി ഡി ആംഗിൾ എ സി ബി ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഒരു ആംഗിൾ 50 ഡിഗ്രിയാണ്, അപ്പോൾ അടുത്ത ആംഗിളും 50 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് ട്രയാങ്കിൾസ് അടുത്ത സൈഡ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബിയും ആംഗിൾ ഡിയുമാണ്. അത് എ സി എന്ന് പറയുന്ന ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. ആംഗിൾ ബിയും ആംഗിൾ ഡിയും ദേ ആർ ഈക്വൽ. ഇനി അതിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാൻ ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളിൻ്റെയും കൂടെ സം 180 ആണ്. ഈ രണ്ട് ട്രയാങ്കിളിലും രണ്ട് ആംഗിൾസ് 30, 50 ആണ്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 30 പ്ലസ് 50, that is 100 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി ഈസ് 100 ഡിഗ്രി, ആംഗിൾ ഡി ഈസ് 100 ഡിഗ്രി. നമുക്കിനിയും കാണേണ്ടത് ആംഗിൾ എ, ഈ വലിയ ക്വാഡ്രിലാറ്ററലിലെ ആംഗിൾ എയും ഇവിടുത്തെ ആംഗിൾ സി. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് അറിയാം 30 പ്ലസ് 30 60 ഡിഗ്രി. 30 പ്ലസ് 30 60 ഡിഗ്രി. ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 50 പ്ലസ് 50 100 ഡിഗ്രി. അപ്പോൾ ആംഗിൾ സി 100 ഡിഗ്രി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇവിടെ ആംഗിളിൻ്റെ പേര് പറഞ്ഞപ്പോൾ 3 ലെറ്റേഴ്സ് കൊണ്ടാണ് സൂചിപ്പിച്ചത്. അതിന് കാരണം ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ ഒരു ചെറിയ ആംഗിളുണ്ട്, ഇവിടെ ഒരു ചെറിയ ആംഗിളുണ്ട്, ഈ വലിയ ആംഗിളുണ്ട്. ഇതിലേത് ആംഗിളാണെന്ന് നമുക്ക് അറിയത്തില്ല. അതേപോലെ തന്നെയാണ് ആംഗിൾ സിയുടെ കേസും. അതുകൊണ്ടാണ് നമ്മൾ 3 ലെറ്റേഴ്സ് കൊണ്ട് ഈ ആംഗിൾസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ആംഗിൾസിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ 3 ലെറ്റേഴ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ലെറ്റർ കൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാതിരുന്നത് എന്ന് മനസ്സിലായി കാണുമല്ലോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.